Hello dear students. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡീകോഡിംഗ് ഓഫ് BCH കോഡ്സ്. ഈ ഡീകോഡിംഗ് പ്രൊസീജിയർ 3 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് സിൻഡ്രം കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എറർ ലൊക്കേറ്റർ പോളിനോമിയൽ കണ്ടുപിടിക്കുക. അത് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ എറർ ലൊക്കേറ്റർ പോളിനോമിയലിൻ്റെ എല്ലാ റൂട്ട്സും കണ്ടുപിടിക്കുക. ഇതാണ് 3 സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഡീകോഡിംഗ് ഓഫ് BCH കോഡ്സ്. ഓക്കെ, അപ്പം അതിന് മുമ്പേ നമ്മൾ എന്തൊക്കെ ഹൈപ്പോത്തസിസ് നമുക്ക് വേണം ഈ ഡീകോഡിംഗ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം സി എന്ന് പറയുന്നത് നാരോ സെൻസ് ബൈനറി BCH കോഡാണ്. ലെങ്ത് 2⁻n-1 വിത്ത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ ഈക്വൽ ടു 2t+1. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം. നാരോ സെൻസ് ബൈനറി BCH കോഡ്സിന് മാത്രമാണ് ഈ ഡീകോഡിംഗ് പ്രൊസീജിയർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ ഈക്വൽ ടു 2t+1 അത് ശ്രദ്ധിച്ചോണം. സോ അപ്പോൾ ഡെൽറ്റ 2t+1 ആണ്. സോ ടി അപ്പോൾ എന്താണ്? ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ -1/2. ഇത് രണ്ടും ശ്രദ്ധിച്ചോണം. ജനറേറ്റഡ് ബൈ g of x is equal to LCM of നാരോ സെൻസ് ആയതുകൊണ്ട് ജനറേറ്റഡ് പോളിനോമിയൽ എന്ത് വരും? LCM of m1 of x എക്സെട്ര m ഡെൽറ്റ -1 of x. ഓക്കെ, വേറെ mi of x എന്താണെന്നൊക്കെ അറിയാം അല്ലേ? ഇനി എച്ച് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ. ഇതിൽ ഒരു വേർഡ് C belongs to F2n is a code word of C if and only if CH transpose equal to 0. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വെരിഫൈ ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സിൻഡ്രം ഓഫ് W, ഒരു വേർഡിൻ്റെ സിൻഡ്രം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, WH ട്രാൻസ്പോസ്. അപ്പം എച്ച് എന്താണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, H is equal to 1 alpha alpha square etc alpha raised to n-1. അടുത്ത റോയിൽ 1 alpha square the whole square etc. അടുത്ത ടേം എന്തായിരിക്കും? alpha square the whole cube etc alpha square the whole raised to n-1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ മെട്രിക്സ് എച്ച് നോട്ട് ചെയ്യണം. എന്നിട്ട് സിൻഡ്രം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? WH ട്രാൻസ്, സിൻഡ്രം ഓഫ് W is equal to WH ട്രാൻസ്പോസ് ആണ് സിൻഡ്രം. ഓക്കെ, ഇനി സപ്പോസ് W equal to this is the received word with the error polynomial E of x such that weight of E of x less than or equal to t. അപ്പോൾ ഇവിടെ ഈ ഡീകോഡിംഗ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ് എറർ പോളിനോമിയൽ, അല്ലെങ്കിൽ ഈ എററിൻ്റെ എത്ര പൊസിഷൻസ് വരെ എറർ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. ടി എറേഴ്സ് വരെ കറക്റ്റ് ചെയ്യാം. ഈ ടി എവിടെ നിന്നാണ് കിട്ടിയത്? ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ ഈക്വൽ ടു 2t+1 ആണ്. ഓക്കെ, അതായത് ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ -1/2. ഓക്കെ, അപ്പം ഈ പ്രൊസീജിയർ കൊണ്ട് നമുക്ക്, നമ്മൾ തുടക്കത്തിലെ പറഞ്ഞായിരുന്നു BCH കോഡ്സ് മൾട്ടിപ്പിൾ എറർ കറക്റ്റിംഗ് കോഡ്സ് ആണെന്ന് അല്ലേ. ഹാമിംഗ് കോഡ്സ് സിംഗിൾ എറർ കറക്റ്റിംഗ് ആയിരുന്നു. BCH കോഡ്സ് അതിൻ്റെ ജനറലൈസേഷൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ കറക്റ്റിംഗ് മൾട്ടിപ്പിൾ എറേഴ്സ് അല്ലേ. എത്ര എറേഴ്സ് വരെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. ടി എറേഴ്സ് വരെ കറക്റ്റ് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ -1/2. ഓക്കെ, ഇനി C of x is equal to W of x minus E of x, then C of x is a code word. ഇതെല്ലാം നമ്മൾ തിയറി എല്ലാം ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഇത് എങ്ങനെയുള്ള കോഡിനാണ് അപ്ലൈ ചെയ്യുന്നത്? നാരോ സെൻസ് ബൈനറി BCH കോഡ്സ് വിത്ത് ഡിസൈൻ ഡിസ്റ്റൻസ് ഡെൽറ്റ ആണ്. പിന്നെ എത്ര വരെയുള്ള എറേഴ്സ് കറക്റ്റ് ചെയ്യാം? വെയിറ്റ് ഓഫ് E of x, എറർ പോളിനോമിയലിന്റെ വെയിറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു t which is equal to ഡെൽറ്റ -1/2. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊസീജിയറിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സിൻഡ്രം നമുക്ക് ഏത് വേർഡാണോ കിട്ടുന്നത് ആ വേർഡിൻ്റെ സിൻഡ്രം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സിൻഡ്രം കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിൻഡ്രത്തിനെ സപ്പോസ് ഇങ്ങനെ നമ്മൾ നൊട്ടേഷൻ കൊടുത്താൽ ഇതാണ് നമ്മുടെ WH ട്രാൻസ്പോസ് എന്നല്ല നമ്മുടെ ഇക്വേഷൻ. ഓക്കെ,
അപ്പം അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് SI എന്ന് പറയുന്നത്. എച്ച് ഒന്ന് നോക്കിയാൽ നിങ്ങൾ, എച്ച് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എച്ചിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് W ഓഫ് ആൽഫ റൈസ് ടു I+1 ആണ് SI എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം സിൻഡ്രം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എച്ചിലോട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട. എച്ച് എന്നുള്ള മെട്രിക്സ് എഴുതിയില്ലാലും പ്രശ്നമില്ല. എച്ച് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ SI എന്ന് പറയുന്നത് W ഓഫ് ആൽഫ റൈസ് ടു I+1. ഇതങ്ങ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സിൻഡ്രം കാണുന്നത്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം S0 അപ്പം എന്ത് വരും? S0 ഇസ് ഈക്വൽ ടു W ഓഫ് ആൽഫ അല്ലേ. S1 എന്ത് വരും? W ഓഫ് ആൽഫ സ്ക്വയർ. ഓക്കെ, അങ്ങനെ വരും. S2 ഇസ് ഈക്വൽ ടു W ഓഫ് ആൽഫ ക്യൂ. ഇങ്ങനെയാണ് നമുക്ക് ഓരോ സിൻഡ്രംസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ I ഈക്വൽ ടു സെൻട്രത്തിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ എണ്ണം നോക്കണം. Δ-1 കോർഡിനേറ്റ്സ് ആണ് ഉള്ളത്. അതിൻ്റെയൊക്കെ എക്സ്പ്ലെയിൻഡ് ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി assume that the errors take place at the positions I0, I1, etc. IL-1 with L less than or equal to T. Then E of x എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് എറർ പോളിനോമിയൽ. Then we obtain a system of equations alpha raised to I0 plus alpha raised to I1 plus ഇത് ജസ്റ്റ് W ഓഫ് ആൽഫ റൈസ് ടു I+1 ഇസ് ഈക്വൽ ടു S0. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? ഈ ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് ഇത്. ഓക്കെ, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടി. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സിസ്റ്റം, ആക്ച്വലി നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്ത് I0, I1, etc. IL-1 കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതാണ് സ്റ്റെപ്പ് 2 പറയുന്നത്. എറർ ലൊക്കേറ്റർ പോളിനോമിയൽ കണ്ടുപിടിക്കുക. ഇനി അപ്പോൾ എന്താണ് എറർ ലൊക്കേറ്റർ പോളിനോമിയൽ? എറർ ലൊക്കേറ്റർ പോളിനോമിയലിൻ്റെ നൊട്ടേഷൻ സിഗ്മ ഓഫ് Z. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രോഡക്റ്റ് ഓവർ J ഫ്രം 0 to L-1 1 മൈനസ് ആൽഫ റൈസ് ടു IJ Z. ഇതാണ് നമ്മുടെ എറർ ലൊക്കേറ്റർ പോളിനോമിയൽ. അപ്പോൾ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ ഈ എറർ ലൊക്കേറ്റർ പോളിനോമിയലിൻ്റെ എല്ലാ റൂട്ട്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എറർ പൊസിഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇതെല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എറർ ലൊക്കേറ്റർ പോളിനോമിയൽ ആക്ച്വലി ആദ്യം കണ്ടുപിടിക്കണം അല്ലേ, എന്നാലല്ലേ അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എറർ ലൊക്കേറ്റർ പോളിനോമിയൽ കണ്ടുപിടിക്കാനുള്ള തിയറമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് ഈ തിയറം സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് മനസ്സിലാക്കുക. സിൻഡ്രം പോളിനോമിയൽ. സിൻഡ്രം പോളിനോമിയൽ S ഓഫ് Z ഇതാണ്. സിൻഡ്രം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിൻഡ്രം പോളിനോമിയൽ കിട്ടും. ഓക്കെ, അപ്പോൾ സപ്പോസ് സിൻഡ്രം പോളിനോമിയൽ 0 പോളിനോമിയൽ അല്ല. അങ്ങനെയാണെങ്കിൽ there exists a non-zero polynomial R of Z such that degree of R of Z less than or equal to T-1. R of Z and sigma of Z are relatively prime and R of Z congruent to S of Z into sigma of Z mod Z raised to Δ-1. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ R of Z കാണാനുള്ള കോൺഗ്രുവൻസ് ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു R of Z ഉണ്ടെന്നാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള. ഇനി ഇതിൻ്റെ യുണീക്നെസ് ആണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ഫോർ എനി പെയർ U of Z, V of Z of non-zero polynomials over F2 raised to M satisfying degree of U of Z less than or equal to T-1, degree of V of Z less than or equal to T, and ഇങ്ങനെ ഒരു കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ആറിൻ്റെ പ്ലേസിലാണ് U വന്നിരിക്കുന്നത്, അതുപോലെ സിഗ്മയുടെ പ്ലേസിലാണ് V വന്നിരിക്കുന്നത് അല്ലേ. അപ്പം യുണീക്നെസ് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് വിയുടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിരിക്കും, അതുപോലെ R എന്ന് പറയുന്നത് യുവിൻ്റെ ആ സെയിം കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ ബീറ്റ സെയിം ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം ആദ്യം പ്രൂഫിനകത്ത് ഞാൻ യുണീക്നെസ് ഫസ്റ്റ് പ്രൂവ് ചെയ്തെങ്കിലും നിങ്ങൾ ആദ്യം
എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്താലും മതി. ഓക്കെ, ടെക്സ്റ്റിലുള്ള പോലെ ചെയ്തതാണ്. നമുക്ക് ആദ്യം എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്ന കാര്യം നോക്കാം. അപ്പം അങ്ങനെ ഒരു ആർ ഓഫ് ഇസഡ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടി ഞാൻ ആർ ഓഫ് ഇസഡ് നമ്മളത് കൊടുക്കുവാണ്. അപ്പം നിങ്ങൾ ഈ പ്രൂഫ് ചെയ്യണമെങ്കിൽ ഈ ആർ ഓഫ് ഇസഡിൻ്റെ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. ഇത് മാത്രമാണ് ഈ പ്രൂഫിൽ ഓർക്കേണ്ടത്, ബാക്കിയെല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ആർ ഓഫ് ഇസഡ് ഇങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ സിഗ്മ ഓഫ് ഇസഡിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു. ഇനി ഈ താഴെ കിടക്കുന്ന ഈ ഫാക്ടർ ഉണ്ടല്ലോ, ഈ ഫാക്ടറിനെ നമുക്ക് ആക്ച്വലി 1/1 - x എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ഇത് കൺവേർട്ട് ചെയ്യുന്ന ഏത് സമ്മിലോട്ടാണ്? 1 + x + x² അല്ലേ? ഇവിടെ ഈ എക്സിന്റെ പ്ലേസിലാണ് എന്ത് കിടക്കുന്നത്? α⁻ijz. z താരെയാണ്. α⁻ijz കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമുല നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, mod x <1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ താഴെ കിടക്കുന്ന ഈ ഫാക്ടറിന്, ഈ 1 - x എന്നുള്ള ഫാക്ടറിന് പകരം ഈ ഒരു സമ്മ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തത്. ഓക്കെ, ഈ താഴെ കിടക്കുന്ന ഈ ഫാക്ടറിന് പകരം അത് ഈക്വൽ ടു ഈ സമ്മ്, ഇൻഫിനിറ്റ് സമ്മിനോട് ഈക്വൽ ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ മോഡ് z⁻⁻1 കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇൻഫിനിറ്റ് സമ്മിൽ എത്ര പവർ വരെ നോക്കിയാൽ മതി? z⁻2 വരെയുള്ളത് നോക്കിയാൽ മതി അല്ലേ? കാരണം എന്താ? z⁻⁻1 z⁻⁻1 എടുക്കുവാണെങ്കിൽ കോൺഗ്രന്റ് ടു 0 മോഡ് z⁻⁻1 അല്ലേ? അപ്പം z⁻⁻1 വരെ മുതലുള്ള പവേഴ്സുകളെല്ലാം 0 ആവും. സോ നമുക്ക് z⁻⁻2 വരെയുള്ള പവേഴ്സ് ഈ ഇൻഫിനിറ്റ് സമ്മിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? ഈ ഇൻഫിനിറ്റ് സം വിൽ റെഡ്യൂസ് ടു ഫൈനൈറ്റ് സം. ഇതാ ഇങ്ങനെയായിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഒന്ന് സമ്മേഷൻ ഓർഡർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ദാറ്റ് മീൻസ് ഫൈനലി ഈ w ഓഫ് α⁻k+1 ആരാണ്? SK അല്ലേ? SK ആണ്. ഓക്കെ, അപ്പം SK z⁻k ഇതിന്റെ സമ്മാണ്. അതെന്ന് പറഞ്ഞാൽ S ഓഫ് Z ആണ് അല്ലേ? സോ അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് R ഓഫ് Z ബൈ സിഗ്മ ഓഫ് Z കോൺഗ്രന്റ് ടു S ഓഫ് Z എന്നാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള, അതായത് നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ കിട്ടിയത് R ഓഫ് Z ബൈ സിഗ്മ ഓഫ് Z അല്ലേ? അപ്പം ഞാനത് ബൈ എന്നുള്ളത് അപ്പുറത്തോട്ട് കൊണ്ടുപോയി. ദാറ്റ് ഈസ് സിഗ്മ ഓഫ് Z S ഓഫ് Z മോഡ് z⁻⁻1. ഓക്കെ, ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത പ്രൂവ് ചെയ്യാനുള്ളത് GCD R ഓഫ് Zഉം സിഗ്മ ഓഫ് Zഉം റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് കാണിക്കണം. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിനുവേണ്ടി സിഗ്മ ഓഫ് Z നമുക്ക് ബൈ ഡെഫിനിഷൻ അറിയാം, 1 - α⁻ijz അല്ലേ? പ്രോഡക്റ്റ്. അപ്പോൾ സിഗ്മ ഓഫ് Zന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ 1 - α⁻ijz 0 കൊടുക്കുക. ദാറ്റ് ഈസ് Z = 1/α⁻ij ആണ്. ഓക്കെ, ഇനി ഇതാണ്. അപ്പോൾ 1/α⁻ij ആണ് സിഗ്മ ഓഫ് Zന്റെ റൂട്ട്സ്. പക്ഷെ ഇത് R ഓഫ് Zനകത്ത് ഇട്ട് കൊടുക്കുമ്പം 0 കിട്ടുന്നില്ല. അതായത് സിഗ്മ ഓഫ് Zന്റെ റൂട്ട്സ് ഒന്നും R ഓഫ് Zന്റെ റൂട്ട്സ് അല്ല. ദാറ്റ് മീൻസ് സിഗ്മ ഓഫ് Zന്റെ ഫാക്ടേഴ്സ് ഒന്നും R ഓഫ് Zന്റെ ഫാക്ടേഴ്സ് അല്ല. ദാറ്റ് മീൻസ് R ഓഫ് Zഉം സിഗ്മ ഓഫ് Zഉം തമ്മിൽ കോമൺ ഫാക്ടർ 1 അല്ലാതെ വേറൊന്നും ഇല്ല. ദാറ്റ് മീൻസ് ദേ ആർ റിലേറ്റീവ്ലി പ്രൈം. ഓക്കെ, അപ്പം അതും പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് യുണീക്നെസ് പ്രൂവ് ചെയ്യണം. ഇപ്പം എക്സിസ്റ്റൻസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി യുണീക്നെസ് പ്രൂവ് ചെയ്യാം.
യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന 1 എന്ന് പറഞ്ഞ ഇക്വേഷനെ വി ഓഫ് ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് സൈഡിലും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് വി ഓഫ് ഇസഡ് ഇൻറ്റു ആർ ഓഫ് ഇസഡ് എന്ന് കിട്ടും, റൈറ്റ് സൈഡ് വി ഓഫ് ഇസഡ് ഇൻറ്റു എസ് ഓഫ് ഇസഡ് ഇൻറ്റു സിഗ്മ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇതിൽ ഈ എസ് ഓഫ് ഇസഡ് ഇൻറ്റു വി ഓഫ് ഇസഡ് ആരാണ്? യു ഓഫ് ഇസഡ്. ഈ എസ് ഓഫ് ഇസഡ് ഇൻറ്റു വി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് യു ഓഫ് ഇസഡിനോട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് വി ഓഫ് ഇസഡ് ആർ ഓഫ് ഇസഡ് കോൺഗ്രുവൻറ്റ് ടു യു ഓഫ് ഇസഡ് സിഗ്മ ഓഫ് ഇസഡ് മോഡ് ഇസഡ് റേസ് ടു ഡെൽറ്റ മൈനസ് 1 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി രണ്ട് സൈഡിലുമുള്ള ആൾക്കാരുടെ ഡിഗ്രി നോക്കുവാണ്. വി ഓഫ് ഇസഡ് ആർ ഓഫ് ഇസഡിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ വി ഓഫ് ഇസഡിൻ്റെ ആർ ഓഫ് ഇസഡിൻ്റെ ഡിഗ്രീസ് സം എടുത്താൽ മതി അല്ലേ. അത് മാക്സിമം എത്രയാണ്? 2t - 1 ആണ്, തന്നിട്ടുള്ളതാണ്. നമ്മുടെ ഹൈപ്പോത്തസിസ് തന്നിട്ടുണ്ട് വി ഓഫ് ഇസഡിൻ്റെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എന്നും ആർ ഓഫ് ഇസഡിൻ്റെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു t - 1 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ആ കോൺഗ്രുവൻസിൻ്റെ അതർ സൈഡിൽ കിടക്കുന്ന സിഗ്മ ഓഫ് ഇസഡ് യു ഓഫ് ഇസഡിൻ്റെ ഡിഗ്രിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതും മാക്സിമം ഡെൽറ്റ -2 എന്നാണ് നമുക്ക് വന്നത്. ഓക്കെ, 2t - 1 എന്നാണ് വന്നത്. സോ അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ കോൺഗ്രുവൻസ്, അതായത് നമ്മുടെ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് വി ഓഫ് ഇസഡ് ആർ ഓഫ് ഇസഡ് കോൺഗ്രുവൻറ്റ് ടു യു ഓഫ് ഇസഡ് സിഗ്മ ഓഫ് ഇസഡ്. ഇതാണ് നമ്മുടെ കോൺഗ്രുവൻസ്. ഈ കോൺഗ്രുവൻസിൽ ഇതിൻ്റെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2t - 1, ഇതിൻ്റെ ഡിഗ്രിയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2t - 1 മോഡ് ഇസഡ് റൈസ് ടു ഡെൽറ്റ -1. ഓക്കെ, 2t - 1 എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ -2 ആണ്. ഇതും ഡെൽറ്റ -2 ആണ്. ഇതും ഡെൽറ്റ -2 ആണ് ഇതിൻ്റെ ഡിഗ്രി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന റൈറ്റ് സൈഡിൽ കിടക്കുന്ന എക്സ്പ്രഷൻ്റെ ഡിഗ്രി ഡെൽറ്റ -2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കിടക്കുന്ന എക്സ്പ്രഷൻസ് ഈക്വൽ ആണെന്ന് കിട്ടില്ലേ അല്ലേ. ഡിഗ്രി കൂടുതൽ ഡെൽറ്റ -1 അതിൽ കൂടുതലോ ആണെങ്കിലാണ് നമ്മൾ റിമൈൻഡർ എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വി ഓഫ് ഇസഡ് ആർ ഓഫ് ഇസഡ് ഈക്വൽ ടു യു ഓഫ് ഇസഡ് സിഗ്മ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, കോൺഗ്രുവൻസിന് ജസ്റ്റ് കോൺസെപ്റ്റ് യൂസ് ചെയ്തേ ഉള്ളൂ. ഇനി അതിനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതി, അതായത് ഇങ്ങനെ എഴുതി, ഇത് രണ്ടും ഈക്വൽ ആണല്ലോ, ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ഇസഡ് ബീറ്റ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഈ ബീറ്റ ഓഫ് ഇസഡ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കാൻ പോവാണ്. അതിനുവേണ്ടി സിഗ്മ ഓഫ് ഇസഡിൻ്റെയും ആർ ഓഫ് ഇസഡിൻ്റെയും എക്സ്പ്രഷൻസ് എഴുതി. പക്ഷെ സിഗ്മ ഓഫ് ഇസഡും ആർ ഓഫ് ഇസഡും റിലേറ്റീവ്ലി പ്രൈം ആണല്ലോ. പക്ഷെ ഇവിടെ നോക്കിയേ, ബീറ്റ ഓഫ് ഇസഡ് സിഗ്മ ഓഫ് ഇസഡിനും ആർ ഓഫ് ഇസഡിനും കോമൺ ആയിട്ടില്ലേ അല്ലേ. അപ്പോൾ പിന്നെ ബീറ്റ ഓഫ് ഇസഡ് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇപ്പം ബീറ്റ ഓഫ് ഇസഡ് ഇപ്പോൾ കോൺസ്റ്റന്റ് അല്ല, ഒരു ഇസഡിലുള്ള ഒരു നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ സിഗ്മയുടെയും ആറിൻ്റെയും GCD എന്ന് പറയുന്നത് ബീറ്റ ഓഫ് ഇസഡ് എങ്കിലും വരും അല്ലേ. 1 അല്ല, ബീറ്റ ഓഫ് ഇസഡ് ആവും. അത് പറ്റില്ല, അവർ റിലേറ്റീവ്ലി പ്രൈം എന്നാണ് നമ്മുടെ അസംഷൻ. സോ അപ്പോൾ എന്തായാലും ബീറ്റ ഓഫ് ഇസഡ് വിൽ ബി എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് സിഗ്മ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ബീറ്റ ഇൻറ്റു വി ഓഫ് ഇസഡും ആർ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ബീറ്റ ഇൻറ്റു യു ഓഫ് ഇസഡും ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് യുണീക്നെസ് പറയുന്നത്. യുണീക്നെസ് പാർട്ട് ഓഫ് ദ തിയറം പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ തിയറം കൊണ്ടുള്ള ഗുണം ഇതാണ്. ടു സിഗ്മ ഓഫ് ഇസഡ് ആണ് നമ്മുടെ എറർ ലൊക്കേറ്റർ പോളിനോമിയൽ അല്ലേ. എറർ ലൊക്കേറ്റർ പോളിനോമിയൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ കോൺഗ്രുവൻസ് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഈ കോൺഗ്രുവൻസ് ആവശ്യമുണ്ട്, ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. എറർ ലൊക്കേറ്റർ പോളിനോമിയൽ, അതായത് നമ്മുടെ സിഗ്മ ഓഫ് ഇസഡിൻ്റെ റൂട്ട്സ് എല്ലാം കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സിഗ്മ ഓഫ് ആൽഫ റൈസ് ടു ഐകളെല്ലാം കണ്ടുപിടിക്കുക. അതായത് സിഗ്മ ഓഫ് ആൽഫ കണ്ടുപിടിക്കുക, സിഗ്മ ഓഫ് ആൽഫ സ്ക്വയർ കണ്ടുപിടിക്കുക. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സിഗ്മയുടെ എല്ലാ റൂട്ട്സും കണ്ടുപിടിക്കാം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ യൂസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ആൽഫ റൂട്ടായിട്ട് വരുന്ന പോളിനോമിയൽ
ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ F2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ g of x equal to LCM of m1 of x m2 of x, ഇത് ജനറേറ്റർ പോളിനോമിയൽ ആയിട്ട് വരുന്ന ഹാമിംഗ് കോഡ് എൻ്റെ ഡിസൈൻഡ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാൻ ഈ ലാസ്റ്റത്തെ ആളെ നോക്കിയാൽ മതി. ലാസ്റ്റത്തെ മിനിമൽ പോളിനോമിയൽ M2 അല്ലേ, 2. ഇതെന്ന് പറയുന്നത് Δ-1 ആണ് 2 ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ A1 ആണ്, അതായത് നാരോ സെൻസ് ആണ്, നാരോ സെൻസ് BCH കോഡാണ്. സോ അപ്പം Δ-1 ആണ് ലാസ്റ്റ് വരേണ്ടത്. സോ Δ-1 2 ആണെങ്കിൽ Δ3 ആയിരിക്കും. ഓക്കെ, ഇനി റിസീവ്ഡ് വേർഡ് തന്നിട്ടുണ്ട്, അതിനെ ഡീകോഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സിൻഡ്രം കണ്ടുപിടിക്കുക. സിൻഡ്രം കണ്ടുപിടിക്കാൻ ഞാൻ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞു തന്നായിരുന്നു. H ട്രാൻസ്പോസ് ഒന്നും എഴുതിയില്ലാലും പ്രശ്നമില്ല. SI is equal to W of alpha raised to I+1. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ അപ്പം S0 S1 നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ സിൻഡ്രം കിട്ടി. ഇനി സിൻഡ്രം പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കിട്ടിയ ആളെ പോളിനോമിയൽ ആക്കി എഴുതുക. ആദ്യത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണ്, പ്ലസ് രണ്ടാമത്തെ കോർഡിനേറ്റ് സെഡിന്റെ കോഎഫിഷ്യന്റ് ആണ്. അങ്ങനെ നമ്മൾ സിൻഡ്രം പോളിനോമിയൽ എടുത്തെഴുതി. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ. ഇനി എറർ ലൊക്കേറ്റർ പോളിനോമിയൽ സിഗ്മ ഓഫ് Z കണ്ടുപിടിക്കണം. അത് നമ്മൾ ആ തിയറം വെച്ച് എന്ത് ചെയ്താൽ മതി? ഈ ഒരു കോൺഗ്രുവൻസ് സോൾവ് ചെയ്യുക. ഓക്കെ, കോൺഗ്രുവൻസ് സോൾവ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ കണ്ടീഷൻസ് കൂടെ വെക്കണം, എന്നാലേ നമുക്കത് ഫുള്ള് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിഗ്രി ഓഫ് R of Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു T-1. പക്ഷെ ഇവിടെ T-1 0 ആണ്, അപ്പോൾ ലെസ് ദാൻ 0 പറ്റില്ല. അപ്പോൾ പിന്നെ ഡിഗ്രി ഓഫ് R of Z ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ ഡിഗ്രി ഓഫ് സിഗ്മ ഓഫ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു T വിച്ച് ഇസ് 1 ആണ്. അപ്പോൾ അത് ഓർമ്മയിൽ വേണം. R of Z ഡിഗ്രി 0യും സിഗ്മ ഓഫ് Z ഡിഗ്രി 0യോ 1ഓ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ സിഗ്മ ഓഫ് Z ജനറലൈസ് ചെയ്ത് 1 + σ1 Z എന്ന് എഴുതി. സപ്പോസ് സിഗ്മ ഓഫ് Z ഡിഗ്രി 0 ആണെങ്കിൽ σ1 0 ആയിട്ട് കിട്ടും. ഓക്കെ, 1 ആണെങ്കിൽ σ1 വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ജനറലൈസ് ചെയ്ത് ഞാൻ സിഗ്മ ഓഫ് Z ജനറൽ ഫോം എഴുതിയതാണ് 1 + σ1 Z. σ1 ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ആ കോൺഗ്രുവൻസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. R of Z കോൺഗ്രുവൻറ്റ് ടു S of Z ഇൻറ്റു സിഗ്മ ഓഫ് Z. S of Z ഇതാണ് S of Z. ഓക്കെ, സിഗ്മ ഓഫ് Z നമ്മൾ ഇപ്പോൾ എടുത്ത ഡെഫിനിഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Δ-1 എന്ന് പറയുന്നത് ഇവിടെ Z² ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇങ്ങനെ കിട്ടി ലാസ്റ്റ് R of Z കോൺഗ്രുവൻറ്റ് ടു ദിസ് എക്സ്പ്രഷൻ. പക്ഷേ R of Z ഡിഗ്രി 0 അല്ലേ, അതായത് കോൺസ്റ്റന്റ് Z-ന്റെ ടേംസ് ഒന്നും വരരുത് ഇവിടെ. പക്ഷേ Z-ന്റെ ടേം ഉണ്ട്, അപ്പോൾ ഈ ടേം 0യോട് ഇക്വേറ്റ് ചെയ്യണം. 0 ആവും, കാരണം R of Z ഡിഗ്രി 0 ആണ്. Z-ന്റെ ടേംസുകളെല്ലാം 0 ആവണം. സോ അതുകൊണ്ടാണ് ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തത്. ഓക്കെ, ഇതിൽ നിന്ന് σ1 വാല്യൂ കണ്ടുപിടിക്കുക, ദെൻ സിഗ്മ ഓഫ് Z കണ്ടുപിടിക്കുക, അതിൽ നിന്ന് R of Z ഇസ് ഈക്വൽ ടു α² മാത്രം. ഇത് 0 അല്ലേ, ഇത് 0. ഓക്കെ, അപ്പോൾ നമുക്ക് R of Z എന്ന് പറയുന്നത് α² എന്നാണ് കിട്ടിയത്. ഈ α² എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് x² കോഎഫിഷ്യൻറ്റ്, അതായത് E of x എന്ന് പറഞ്ഞാൽ x² ആണെന്നാണ് മീനിങ്. മൂന്നാമത്തെ പൊസിഷനിലാണ് തെറ്റ് വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡീകോഡഡ് വേർഡ് അറിയാലോ, ബാക്കി ഡീകോഡ് ചെയ്യാൻ. W of x നിന്ന് E of x മൈനസ് ചെയ്യുക. ഇവിടെ ബൈനറി ആയതുകൊണ്ട് പ്ലസ് ചെയ്താലും മതി. സോ ഫൈനലി വി വിൽ ഗെറ്റ് ദിസ് പോളിനോമിയൽ വിച്ച് ഈസ് ഇക്വലന്റ് ടു ദിസ് കോഡ് വേർഡ്. ഓക്കെ, ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് 3 സ്റ്റെപ്പേ ഉള്ളൂ BCH കോഡ്സിന്റെ ഡീകോഡിംഗ് പ്രൊസീജിയറിന്. ഓക്കെ, താങ്ക് യു.